ായി നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഉത്തമഗീതം 2:15 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുന്തിരിവള്ളി പൂത്തിരിക്കിയാൽ ആ മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, അവിടെ വീണ്ടും സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാം, ചെറിയ കുറുക്കന്മാരെ പിടിച്ചു തരുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, പല വിശ്വാസികളും രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അവർ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരിക്കലും ആത്മീകമായിട്ട് വീഴുന്നില്ല. സ്തോത്രം. ഒരു സുപ്രഭാതത്തിൽ അവർ എണീറ്റ ഉടനെ അല്ല ആരും ആത്മീയത്തിൽ വീണു പോകുന്നത്. അത് ഡേ ബൈ ഡേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വലിയ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലൊരു ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളിലൂടെ വെള്ളം അല്പമായിട്ട് പോയിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ഒരു സംഭവം ആത്മീയത്തിലുള്ള വീഴ്ച എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഒറ്റ സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, ഒരു ഓൾ ഓഫ് എ സഡൻ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, പതുക്കെ 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 സംഭവിക്കുന്നത്. പലരുടെയും വീഴ്ച നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ഒത്തിരി വലിയ വൻമരങ്ങളൊക്കെ എന്ന് പറയുന്ന പോലെ പലരും വീണത് ഇതുപോലെയുള്ള എവിടേക്കോ ചെറിയ ചെറിയ കുറുക്കന്മാരുടെ ചില പ്രവർത്തികൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ചെറിയ കോംപ്രമൈസുകൾക്ക് നമ്മൾ നിൽക്കുമ്പോഴാണ്, സ്തോത്രം, അത് ക്രമേണ ക്രമേണ വലുതായിട്ട് മാറി അത് ആത്മീകമായിട്ട് മുഴുവൻ ആ മുന്തിരിവള്ളിയെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ, ഇവിടെ മുന്തിരിവള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതമാണ്, ആത്മമനുഷ്യനെ ഉദ്ദേശിക്കുന്നത്, അതിനെ പിശാച് നശിപ്പിച്ച് കളയുന്നത്. ചെറിയ കോംപ്രമൈസുകൾ, ചെറിയ ചെറിയ, ഒരു പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ദിവസേന നമുക്ക് നിൽക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ അതിനെ ഓരോ ഓമന പേരിട്ട് വിളിക്കും. നമ്മുടെ സാഹചര്യങ്ങളുടെ പല സമ്മർദ്ദങ്ങളുടെ പേരുകൾ നമ്മൾ തന്നെ, പ്രത്യേകിച്ച് ഈ ഒരു മോഡേൺ ആത്മീയ ലോകത്തിൽ അതിന് പറയാനായിട്ട് ഒരുപാട് പേരുകളുണ്ടാവും, നമ്മൾ തന്നെ അറിയാതെ കണ്ടുപിടിക്കുന്നുണ്ടാവും. സ്തോത്രം. അതിന് നമ്മൾ ഓരോ പേരിട്ട് നമ്മൾ നമ്മുടെ മനസ്സാക്ഷി അങ്ങോട്ട് ആശ്വസിപ്പിച്ചു വെക്കും. പക്ഷെ നമ്മൾ അറിയത്തില്ല, പതുക്കെ 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 അത് നമുക്കൊരു ശീലമായിട്ട് മാറും. നമുക്കതൊരു ആദ്യമൊക്കെ ഹോളി സ്പിരിറ്റ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വാൺ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്നൊരു കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മൾ വാൺ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമൊക്കെ നമുക്കത് ഒരു വാണിംഗ് ആയിട്ട് തോന്നും, ദിവസം നമുക്കൊരു കുറ്റബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നീട് നമുക്കതൊരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നമ്മൾ അതിനെ ആസ്വദിക്കാൻ തുടങ്ങും. നമുക്കതൊരു വാണിംഗ് അല്ലാണ്ടായിട്ട് മാറും. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ നമ്മൾ അതിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് നമുക്കത് വിഷയമല്ലാണ്ടായി മാറും. ഞാനും പലവട്ടം ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ വീഴരുതെന്നും വീണ്ടും അങ്ങനെയുള്ള തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുതെന്നും ആഗ്രഹിക്കുന്ന കൊണ്ടുമാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനത് സംസാരിക്കുമ്പോൾ തീർച്ചയായും എന്നോടും കൂടി സംസാരിക്കുന്നത് എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ചില വാക്യങ്ങൾ കൂടി ദിവസത്തിൽ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 2:1 ഇങ്ങനെ: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കും. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 2:4 പറയുന്നു, എഫെസോസിലെ സഭയുള്ള ദൂതന് എഴുതുന്ന ഒരു വചനമാണ്, ദൂതാണ്: എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. കർത്താവിനെ അറിഞ്ഞ് യേശു കർത്താവിന്റെ രക്ഷയിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സ്നേഹവും സന്തോഷവും ഒരു സമർപ്പണമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. അവിടെ കോംപ്രമൈസിനൊന്നും ഒരു ഇതുമില്ല. സ്തോത്രം. ഭയങ്കര നമ്മളിങ്ങനെ ചില്ല് എന്ന് പറയാ, ഇങ്ങനെ തീ പോലെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാച് നമ്മളെ ഭയങ്കര ഭയമായിരിക്കും, പേടിയായിരിക്കും. സ്തോത്രം. പക്ഷെ ഇപ്പോൾ പിശാച് നമ്മൾ അത്ര ഭയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് പിശാചിനെയാണോ പേടി, അതേ പിശാച് നമ്മളെയാണ് പേടി? നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. സ്തോത്രം. കുറെ ഇതുപോലെ ഈ ഒരു ചെറിയ ചെറിയ കോംപ്രമൈസുകളിലൂടെയൊക്കെ നമ്മൾ പോയി കഴിയും തോറും നമ്മൾ പിന്നെ പിശാചിനെ പേടിക്കാൻ തുടങ്ങും. പിശാച് നമ്മളെ ഭയമില്ലാതായി മാറും.
അതേസമയം ആദ്യ സമയങ്ങളിൽ പിശാച് നമ്മളെ പേടിക്കുക. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വെള്ളത്തിൽ സ്നാനപ്പെട്ട് നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ കാണുമ്പോൾ പിശാച് സ്തോത്രം. എപ്പോഴും പിശാച് നമ്മളെ പേടിയാ, അത് വാസ്തവം. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കോംപ്രമൈസുകൾക്ക് നമ്മൾ നിൽക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ മറുഭാഗത്ത് നമ്മളെ ജയിക്കുന്ന ഒരാളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഹല്ലേലൂയ. ചെറിയ ചെറിയ കോംപ്രമൈസുകൾ സ്തോത്രം. പറഞ്ഞു വന്നത് സ്തോത്രം, ചെറിയ കുറുക്കന്മാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാരെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ കട്ടിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മനസ്സാക്ഷിയോടെ നമുക്ക് ചോദിക്കാം. നമ്മുടെ പേഴ്സണൽ പ്രയറിൽ കഥാവിന്റെ സന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ ചോദിക്കണം, കഥാവ് എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ആത്മീയ സന്തോഷം, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഞാൻ തന്നെ ഒരു വിലങ്ങുതടിയാകുന്ന തരത്തിൽ അതിനെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാരെ ഞാൻ എവിടെയെങ്കിലൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ ഈ പകൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നപ്പോൾ ഹല്ലേലൂയ. ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതത്തിന് എനിക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ കർത്താവിനെ ആദ്യമായി സ്നേഹിച്ചു, വിശ്വാസത്തിലോട്ട് വില കൊടുത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ എങ്ങനെ കർത്താവിന് വേണ്ടി നിന്നു, എൻ്റെ ഹൃദയം കൊടുത്തു, അതുപോലെ ഞാൻ ഇനിയും നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നിൽക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം, ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഒന്നും ഫലിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളെടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിശാചിനോട് നമ്മൾ അടുക്കാൻ പറ്റത്തില്ല. 7 അയലോക്കത്ത് പോലും വരാൻ പറ്റത്തില്ല. ഓടിപ്പോയിക്കോളും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മളോട് അടുക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഓർത്തുകൊള്ളുക, എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഹോളുകൾ, ഇതുപോലെ ചെറിയ കുറുക്കന്മാർക്ക് പ്രവേശിക്കാനുള്ള ഹോളുകൾ നമ്മൾ തുറന്നിട്ടിട്ടുണ്ടാകും ഈ പകൽക്കാലം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അടയ്ക്കുവാൻ, അങ്ങനെയുള്ള എല്ലാ ഹോളുകളെ അടയ്ക്കുവാൻ ഒരു വ്യക്തി, ഒരു ദുഷ്ടപിശാചിനും എൻ്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാനുള്ള ഒന്നും ഞാനായിട്ട് തുറന്നിടത്തില്ല. അത് നമ്മുടെ സമർപ്പണമാണ്. ഹല്ലേലൂയ. അങ്ങനെ നാം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം നാൾക്ക് നാൾ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ശിംശോനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്തോത്രം, ഓടിച്ചെന്ന് ഒറ്റ ദിവസം കൊണ്ട് ശിംശോൻ വീണു പോയതല്ല. സ്തോത്രം, ഗ്രാജുവലി പിന്നെ അതങ്ങോട്ട് എന്താ പറയുക, ഒരു നെല്ലൊക്കെ വിതച്ച് ഒരു വിളവെടുപ്പ് പോലെ പെട്ടെന്നായിരുന്നു അവന്റെ വീഴ്ച എന്ന് പറയുന്നത്. സ്തോത്രം. പലരുടെയും വീഴ്ചകൾ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് നമ്മൾ പേര് വിളിച്ച് നമ്മൾ അതിനെയൊക്കെ അങ്ങോട്ട് അലക്ഷ്യമായിട്ട് കാണും. നമ്മൾ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. ശിംശോൻ ചെയ്ത പോലെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. പിന്നെ നമ്മൾ അതിനപ്പുറമുള്ള പല കാര്യങ്ങളാണ് നമുക്ക് എൻജോയ്മെന്റ് ആയിട്ട് തോന്നുക, നമുക്ക് ആസ്വാദികരമായിട്ട് തോന്നുക, നമുക്കത് കൂടുതൽ സന്തോഷം തരുന്നതായിട്ട് തോന്നും. ഹല്ലേലൂയ. അത് ശത്രുവിന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മോഡേൺ ക്രിസ്ത്യാനിറ്റി നമ്മൾ ഈ ലോകത്ത് കണ്ടുവരുന്ന കാര്യങ്ങൾ അതൊക്കെ. പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ വില കൊടുത്തിരുന്ന ഒരു വിശ്വാസമുണ്ട്. വില കൊടുത്ത്, ഹല്ലേലൂയ, അവർ വേണ്ട, അവർ നോ, അല്ലെങ്കിൽ പാപമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ഭയങ്കര കോംപ്രമൈസിങ് ലൈഫിലോട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ആത്മീയ ജീവിതത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. അവരതിനൊക്കെ പല പേരുകളിട്ട് അവരുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് പലതൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പീരീഡ് ഉണ്ട്. ഇത് കഴിയുമ്പോൾ ഇതൊക്കെ വലിയ നാശത്തിലോട്ടാണ് പോകുന്നതെന്ന് പലരും അറിയുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, അത് നമുക്ക് ഇറ്റ്സ് സോ പേഴ്സണൽ. ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഒന്നിനും അതിനെ നശിപ്പിക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ടൈം കവർന്നെടുക്കുവാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ തന്നെ ആഴത്തിലൊന്ന് സമർപ്പിക്കാം. എൻ്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാരെ ഞാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അതിന് ഞാൻ ഒരു കാരണവശാലും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. എൻ്റെ പ്രയോറിറ്റി എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ട് മറ്റെന്തുമുള്ളൂ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ കർത്താവാണ്. അത് കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവസങ്ങൾ ഞാൻ മടങ്ങി വരും. പ്രത്യേകിച്ച് ആണ്ടിൻ്റെ ഈ അവസാന സമയത്തോടെ നാം കടന്നു വന്നിരിക്കുമ്പോൾ റിപ്പൻറ്റൻസിൻ്റെ കൂടി ടൈം ആകട്ടെ നമ്മുടെ ദൈവസേനയിൽ. അതിനൊക്കെ ഒരു ദിവസം നിന്ന് ഓർത്തെടുത്ത് കർത്താവിനെ കൊടുത്ത് അതിൽ നിന്ന് മടങ്ങി വരുക, ഒരു പുതുക്കത്തോടെ പുതിയ വർഷത്തിലോടൊക്കെ പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള ആത്മപരിശോധനയുടെ ദിനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങൾ നമ്മെ നടത്തട്ടെ. പുതിയ റെസൊല്യൂഷൻസ് കർത്താവിനെ എടുക്കുവാൻ, പ്രതിഷ്ഠകൾ എടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.
അതിനായിട്ട് ഈ പകൽക്കാലവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ നിർത്തുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ഹല്ലേലൂയ